ഏവർക്കും ഞങ്ങൾ നൽകുന്ന 25 ചോദ്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങൾ 25 ചോദ്യങ്ങൾ മാത്രമല്ല പഠിക്കാൻ പോകുന്നത്, അതിനേക്കാളാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുന്നവർക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കാവുന്നതാണ്. വർഷങ്ങൾ ഓർത്തിരിക്കുക എന്നത് ഏവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ തലവേദനിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ ആവർത്തിച്ച് കേട്ടാൽ മാത്രം മതി. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. NCUI, National Cooperative Union of India, established in the year. National Cooperative Union of India established ചെയ്ത വർഷം 1929, 1929 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് NCUI, പ്രസന്റ് പ്രസിഡന്റ് ആരാണ്? ദിലീപ് സാംഘാനിയാണ് പ്രസന്റ് NCUI പ്രസിഡന്റ്. അടുത്ത ചോദ്യം. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. NCDC എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത വർഷം 1963, 1963 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, NAFED വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. NAFED രൂപീകരിച്ച വർഷം ഒക്ടോബർ 2, 1958. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഗാന്ധി ജയന്തി ദിനത്തിൽ രൂപീകരിച്ച സ്ഥാപനമാണ് NAFED. അടുത്ത ചോദ്യം. പ്രസന്റ് ചെയർമാൻ ഓഫ് NAFED. NAFEDന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ബിജേന്ദർ സിംഗ് ആണ്. ഇപ്പോഴത്തെ NAFED ചെയർമാൻ ബിജേന്ദർ സിംഗ്. NCCF വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. NCCF എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. NCCF എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒക്ടോബർ 16, 1965. 1965 ഒക്ടോബർ 16. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് NCCT രൂപീകരിച്ച വർഷം 1/7/1976. 1976 NCCT രൂപീകരിച്ചത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെ. അടുത്ത ചോദ്യം. ഫസ്റ്റ് ചെയർമാൻ ഓഫ് NCCT വാസ്. ഫസ്റ്റ് ചെയർമാൻ, ആദ്യ ചെയർമാൻ NCCTയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? DG കാർവേ. DG കാർവേ ആണ് ആദ്യത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം. ഹു ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് NCCT? ഹു ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് NCCT? ഇപ്പോഴത്തെ പ്രസിഡന്റ് നരേന്ദ്ര സിംഗ് തോമർ. നരേന്ദ്ര സിംഗ് തോമർ NCCയുടെ പ്രസിഡന്റ്. മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ ആണ് NCCTയുടെ പ്രസിഡന്റായി വരുന്നത്. നിലവിലുള്ളത് നരേന്ദ്ര സിംഗ് തോമർ ആണ് NCCTയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് എന്ന് വായിക്കുക. ഹൗസിംഗ് ഫെഡറേഷൻ NCHF എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. നാഷണൽ ഫെഡറേഷൻ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ NCHF എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1969. NCHF അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സെക്ടർ. ഡൽഹിയാണ് ആസ്ഥാനം. HUDCO, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. HUDCO രൂപീകരിച്ച വർഷം 1970. ഏപ്രിൽ 25. ഡൽഹിയാണ് ആസ്ഥാനം. അടുത്ത ചോദ്യം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. NDDB രൂപീകരിച്ച വർഷം 1965. 1965. ഹെഡ്ക്വാർട്ടേഴ്സ് ആനന്ദ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് NDDBയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ. 1965 മുതൽ 1998 വരെ ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു NDDBയുടെ ചെയർമാൻ ആയിരുന്നത്. അടുത്ത ചോദ്യം.
പ്രസന്റ് ചെയർമാൻ ഓഫ് NDDB ഇപ്പോഴത്തെ ചെയർമാൻ മീനേഷ് സി ഷാ 1/6/2021 മുതലാണ് മീനേഷ് സി ഷാ ചെയർമാനായിട്ട് വന്നത്. അതിനു മുമ്പ് മിസ് വർഷ ജോഷി ആണ് NDDBയുടെ ചെയർമാൻ ഉണ്ടായിരുന്നത്. 2020-21 കാലഘട്ടത്തിലാണ് വർഷ ജോഷി ഉണ്ടായിരുന്നത്. ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഇഫ്കോ രൂപീകരിച്ച വർഷം 3/11/1967 നവംബർ 3-നാണ് ഇഫ്കോ രൂപീകരിച്ചത്. ആസ്ഥാനം ഡൽഹിയാണ്. അടുത്ത ചോദ്യം, പ്രസന്റ് ചെയർമാൻ ഓഫ് ഇഫ്കോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ BS നഗായി ആണ് ഇപ്പോഴത്തെ ഇഫ്കോയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ NAFCOB 1964-ലാണ് രൂപീകരിച്ചത്. മെയ് 19-നാണ്. 1964 മെയ് 19. അടുത്ത ചോദ്യം, അതിനു മുമ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. നാഫ്കോവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് പറഞ്ഞത്. നാഫ്കോബിന്റേത് മുംബൈയാണ്. അടുത്ത ചോദ്യം, ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ഫെഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് 1980-ലാണ് ആരംഭിച്ചത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻസ് കോഓപ്പറേറ്റീവ്സ് റീനെയിംഡ് ആസ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് 1982-ലാണ് റീനെയിം ചെയ്തത്. 1982. അടുത്ത ചോദ്യം, നാഷണൽ സെന്റർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ രൂപീകരിച്ചത് 1958-ലാണ് ന്യൂഡൽഹിയിൽ. 1958 തന്നെ വേറൊരു സ്ഥാപനം രൂപീകരിച്ചത് NAFED ആണ്. രണ്ടും ചേർത്ത് ഓർമ്മിക്കുക. NCCEയും NAFEDും 1958 തന്നെ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. In 1945, Dash Committee recommended the establishment of a cooperative training college at the state level and central level. 1945 ഏത് കമ്മിറ്റിയാണ് സ്റ്റേറ്റ് സെൻട്രൽ ലെവലുകളിൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻ നൽകിയത്? സരയ്യ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് പ്ലാനിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The Cooperative Training College was established in the year dash when late Sri Vaikunta Mehta was Minister for Finance. The Cooperative Training College was established in the year. The Cooperative Training College ആരംഭിച്ചു. എന്നാണ് ആരംഭിച്ചത്? വൈകുണ്ഠ മേത്ത മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആരംഭിച്ചു. എന്നായിരുന്നു അത്? 1947-ലാണ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആരംഭിച്ചത്. അന്ന് ശ്രീ വൈകുണ്ഠ മേത്ത ആയിരുന്നു മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. അടുത്ത ചോദ്യം, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ടു ദ സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർടേക്ക് ദ ട്രെയിനിങ് ഓഫ് സീനിയർ പേഴ്സണൽ ഓഫ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് നാഷണൽ ലെവലിലെ സീനിയർ പേഴ്സണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്? പ്രൊഫസർ DR ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. എ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് വാസ് നെയ്മഡ് ആസ് വൈകുണ്ഠ മേത്ത National Institute of Cooperative Management (WAMNICOM). In the year, the National Institute of Training was named as Vaikunta Mehta National Institute of Cooperative Management. 1967-ലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ്ങിന് വാംനികോം എന്ന് പുനർനാമകരണം ചെയ്തത്. അടുത്ത ചോദ്യം, വാംനികോം ഈസ് അറ്റ് വാംനികോം എവിടെയാണ്?
പൂനെ, മഹാരാഷ്ട്ര. മംനിക്കോം പൂനെയാണ്. ഇന്നത്തെ 25 ചോദ്യങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.